അങ്ങനെ തേങ്ങ ചേർക്കാത്ത അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് കരുതുന്നു. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ വളരെ കുറവ് കടലയാണ് എടുത്തിരിക്കുന്നത്. വെറും 100 ഗ്രാം കടല മാത്രമേ ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. കടല 2-3 പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കി വെക്കുക. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞു വെക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി അതുപോലെ അരിഞ്ഞു വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കുക. 2 പച്ചമുളക് നടുവ് കീറി വെക്കുക. ഇനി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ സിം ആക്കുകയോ ചെയ്തതിന് ശേഷം പൊടികളിടാം. ആദ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പൊടികളുടെ പച്ചമണം മാറിയാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവയും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് വഴറ്റാം. നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് കടല ചേർക്കാം. ഇതിനോടൊപ്പം ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടിയിട്ടതിന് ശേഷം ഒരു 5 മുതൽ 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കുറച്ച് കടുകിടുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ കൊത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് മാറ്റി വയ്ക്കാം. കുക്കറിൽ ആവി പോയതിന് ശേഷം തുറന്ന് നമുക്കത് കുക്കറിലേക്ക് ഒഴിക്കാം. ഈ കറി ഒന്നുകൂടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് വെള്ളം കൂടുതലാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയത്. തേങ്ങ യൂസ് ചെയ്തിട്ടില്ല, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്നാലും ടേസ്റ്റിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. അടിപൊളിയാണ് കേട്ടോ. കൂടാതെ ഇത് പുട്ടിൻ്റെ കൂടെ നല്ല മാച്ചാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.